താനെങ്ങോട്ടാ? ഒന്ന് ചുറ്റാനിറങ്ങിയതാ. ഓഹോ, എന്നാ തന്നെ ആരെങ്കിലും ചുറ്റിക്കാതെ നോക്കിക്കോണം. അതെന്താ? ഇപ്പൊ വാഹന മോഷ്ടാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. നിന്ന നിപ്പിലല്ലേ അവന്മാര് വണ്ടി അടിച്ചോണ്ട് മുങ്ങുന്നത്. എന്നിട്ട് വണ്ടി പീസ് പീസാക്കി പൊളിച്ചങ്ങ് വിൽക്കും. അതെയോ? പിന്നെ കണ്ണ് തെറ്റിയാ പിന്നെ തന്റെ വണ്ടി കാണില്ല. പൊടി പോലും ഉണ്ടായില്ല കണ്ടുപിടിക്കാൻ. അതിന് ഞാൻ വണ്ടിയിൽ ഇറങ്ങിയിട്ട് വേണ്ടേ അവന്മാര് അടിച്ചോണ്ട് പോവാൻ? സദാസമയവും ഞാൻ വണ്ടിക്കകത്തു തന്നെയായിരിക്കും. ചേട്ടാ, ഈ കാർ ഏതാ മോഡൽ? എടാ, നീ അതൊന്നും ചോദിച്ചേ അദ്ദേഹത്തെ വിഷമിപ്പിക്കണ്ട. നിന്റെ അപ്പൂപ്പന്റെ പ്രായമെങ്കിലും കാണും അതിന്. എന്നാലും ചേട്ടൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. സാറേ, ഒരു ലിഫ്റ്റ് തരാമോ? പിന്നെന്താ, കേറിക്കോ. താൻ എങ്ങോട്ടാ? ചതിക്കുഴി വരെ. ഞാനും അതുവഴിയാ. എടോ, ഈ ഭാഗത്തൊക്കെ വാഹനമോഷ്ടാക്കളുണ്ടെന്ന് കേട്ടു. ശരിയാ സാറേ, കണ്ണ് തെറ്റിയാ പിന്നെ വണ്ടി അവന്മാർ അടിച്ചോണ്ട് പോവും. സാറ് സൂക്ഷിക്കണം. ഇല്ലടോ, അവന്മാർക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എന്റെ വീടെത്തറായി സാറേ, എന്റെ വീട്ടിലേക്ക് വരുന്നോ? ഏയ് ഇല്ല. എന്നാലും സാറേ, നിങ്ങൾ ലിഫ്റ്റ് തന്നതല്ലേ, നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക്. ഇല്ലടോ, പിന്നെ ആവട്ടെ. എന്നാ സാറേ, ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാം. പക്ഷേ വണ്ടി ഇവിടെ ഇട്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ആരെങ്കിലും വണ്ടി കൊണ്ട് കടന്നു കളഞ്ഞാലോ? അതിന് സാറ് ഇവിടെ ഇരുന്നാ മതി, ജ്യൂസ് ഞാൻ ഇങ്ങോട്ടെത്തിക്കാം. ശരി, എന്നാ പെട്ടെന്ന് വേണം. ഓ, എന്ത് നല്ല മനുഷ്യൻ. ഇതാ സാറേ, കുടിച്ചാട്ടെ. ഇതെന്താടാ ജ്യൂസിനൊരു ഒരു 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 ചമർപ്പ്? അത് ജ്യൂസിനകത്ത് 2 ഏലക്ക പൊടിച്ചിട്ടിരുന്നു, അതിൻ്റെ ആവും. ഓ, മയക്കം വരുന്നു. എന്നാ ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ സാറേ, എൻ്റെ വീട്ടിലേക്ക് പോകാം. വേണ്ട, വണ്ടി ഇവിടെ ഇട്ട് ഞാൻ വരുന്നില്ല. കാറിലിരുന്ന് മയങ്ങാം. ഓ, ഷോ, ഉറങ്ങിയതറിഞ്ഞില്ല. യോ യോ യോ, എന്റെ കാറ് അവന്മാർ അടിച്ചോണ്ട് പോയി. യോ, എന്റെ കാറ്. കണ്ണ് തെറ്റിയാ പിന്നെ തന്റെ വണ്ടി കാണില്ല. പൊടി പോലും ഉണ്ടായില്ല കണ്ടുപിടിക്കാൻ. ഓ, താനല്ലേ പറഞ്ഞത് പൊടി പോലും ബാക്കി ഉണ്ടാവില്ലെന്ന്? ദേ നോക്ക്, തിരിക്കുന്ന വളയവും ഞാനിരിക്കുന്ന സീറ്റും ബാക്കിയുണ്ട്.